9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥിനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചു. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് അസം ഗവർണർ. മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും ലക്ഷ്മൺ ആചാര്യയ്ക്കാണ്. എന്തായാലും വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇതെല്ലാം ഒഴിവ് വന്ന് കാത്തിരുന്ന നിയമനങ്ങളാണോ? ആരെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നന്ദഗോപൻ, കേൾക്കാമെങ്കിൽ. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറാകുക. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ജനിച്ച കെ കൈലാസനാഥ് 1979 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ആനന്ദിബെൻ പട്ടേൽ, അതേപോലെ തന്നെ വിജയ് രൂപാണി, ഭൂപേന്ദ്ര പട്ടേൽ എന്നിങ്ങനെ 4 മുഖ്യമന്ത്രിമാരുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു കൈലാസനാഥ്. അതേപോലെ തന്നെ ഹരിഭാവു കിസാൻ റാവു ആണ് രാജസ്ഥാൻ ഗവർണറാകുക. ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ. ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിമിന്റെ പുതിയ ഗവർണറായി നിയമിച്ചു. റാം ദേഗയെ ഛത്തീസ്ഗഡ് ഗവർണറായി നിയമിച്ചു. CH വിജയശങ്കറിനെ മേഘാലയ ഗവർണറായി നിയമിച്ചു. വിജയശങ്കറിന് മണിപ്പൂരിന്റെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട്. ജാർഖണ്ഡ് ഗവർണറായി CP രാധാകൃഷ്ണനെ മഹാരാഷ്ട്ര ഗവർണറായി മാറ്റി നിയമിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണന് പകരം അവിടെ സന്തോഷ് കുമാർ ആണ് ജാർഖണ്ഡ് ഗവർണറാകുക. അതേപോലെ തന്നെ ബൻവാരിലാൽ പുരോഹിതിന് പകരം ഗുലാം ചന്ദ് കുദാരിയെയാണ് പഞ്ചാബ് ഗവർണറായി നിയമിച്ചിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ജാർഖണ്ഡും മഹാരാഷ്ട്രയും. ഇതെല്ലാം മുൻനിർത്തിയാണ് നിയമനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയാണ് രാഷ്ട്രപതി ഭവനിൽ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്.